ശരിയാവില്ല. അപ്പോ കുളിക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക. 5 മിനിറ്റ് വേണ്ടു കേട്ടോ. 10 മിനിറ്റ് ആദ്യമൊക്കെ നല്ല വേദനകളൊക്കെ ഉണ്ടാവുമ്പോ 10 മിനിറ്റ് ചെലവഴിക്കാം. അതെങ്ങനെയാന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ കുളിക്കാൻ ബാത്റൂമിൽ ചെന്നു. എണ്ണ തേക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ ബാത്റൂമിൽ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും എണ്ണ നിങ്ങൾ സെലക്ട് ചെയ്യുക. ബാത്റൂമിൽ വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ, കോക്കനട്ട് ഓയിൽ മതി, അവളക്കെണ്ണ മതി, അല്ലെങ്കിൽ വെള്ളെണ്ണ മതി, ഏതായാലും അത് വെക്കുക. അത് അല്പം കയ്യിലെടുക്കുക. അപ്പൊ ഇതിൽ ഈ സമയത്ത് മാത്രം ധൃതി പാടില്ല കേട്ടോ. കുളിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ എപ്പോഴും വിചാരിക്കണം, എന്ത്, ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ കുളിക്കാൻ മറന്നുപോയി, ഇനി തൊട്ട് ഞാൻ മര്യാദയ്ക്ക് കുളിക്കണം, ഈ ഒറ്റ കുളി കൂടെ എന്റെ അസുഖങ്ങളൊക്കെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്ന തോന്നല് നിങ്ങൾക്ക് വേണം. അപ്പൊ ഇതില് ഇനി വേറെ ആർക്കും വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഇല്ല. അവിടെ പോണം ഇവിടെ പോണം എന്ന് പറഞ്ഞിട്ട് നിന്നാലൊന്നേ പറ്റില്ല. എന്റെ കുളിക്ക് എനിക്ക് 15 മിനിറ്റ് സമയം എടുക്കും. അത് പറഞ്ഞു, 10 മിനിറ്റ് കുളിക്കാൻ 5 മിനിറ്റ് ഇതിനും. അപ്പൊ ഈ 5 മിനിറ്റ് എടുത്ത് എണ്ണ എടുത്തു. ആദ്യം തന്നെ എന്ത് ചെയ്യണം, ഏറ്റവും പ്രധാനപ്പെട്ട 2 ലിംഫാറ്റിക് പോയിന്റ്സ് ഇവിടെ 2 ഭാഗത്തായിട്ടാണ്. അതായത് കാതിന് തൊട്ട് താഴെ ഈ 2 ഭാഗത്താണ്. നമുക്ക് ടോൺസിലൈറ്റിസ് ഒക്കെ ഉണ്ടാവുമ്പോ വീർത്ത് വരുന്ന ഈ 2 ഭാഗം, കഴല വരുന്ന ഭാഗം എന്ന് പറയും. ഒടിയിൽ കഴല വന്നു, ഇവിടെ കഴല വന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ. ഇവിടെ കഴല വരും, ഇവിടെ കഴല വരും, ഇവിടെ കഴല വരും. ഈ കഴലകൾ എന്ന് പറഞ്ഞാൽ വെറുതെ, അതാണ് ഇൻഫ്ലമേഷൻസ്. അതായത് അവിടെ നമ്മുടെ ശരീരം, നമ്മുടെ ലിംഫാറ്റിക് സർക്കുലേറ്ററി സിസ്റ്റം എന്ത് ചെയ്യുന്നു, നമ്മളുടെ എന്തോ ഒരു പുറത്തുനിന്ന് ഏതോ വൈറസോ ബാക്ടീരിയോ എന്തോ സംഗതി കയറിയിട്ടുണ്ട്, അതുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ഏതോ വൈറസോ ബാക്ടീരിയോ എന്തോ സംഗതി കയറിയിട്ടുണ്ട്, അതുമായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവിടെ എന്ത് വരുന്നത്, കഴല അഥവാ ഇതുപോലത്തെ കട്ടി ഇൻഫ്ലമേഷൻ എന്ത് പറഞ്ഞാലും ആ സംഭവം വരുന്നത്. ആ വരുന്ന ഈ 2 പോയിന്റ്സ് ആണ് ഇവിടെ നിന്ന് മുകളിലേക്ക്, തലയുടെ ഉള്ളിലേക്ക്, ബ്രെയിനിലേക്ക്, മുഖത്തേക്ക് ഒക്കെയുള്ള ഈ ലിംഫാറ്റിക് സർക്കുലേഷനെ നിയന്ത്രിക്കുന്ന ഒരു പ്രത്യേക നോഡാണ് ഈ 2 ഭാഗത്തും. അപ്പൊ മിക്കവാറും നമുക്കൊരു കാര്യം കാണാം, ഒരു പ്രായം അങ്ങ് കഴിയുമ്പോൾ ഈ 2 ഭാഗം അങ്ങ് വീർത്തു വരും, അല്ലെങ്കിൽ ഇവിടെ ഒരു ചിൻ പോലെ വരും, ഇവിടെ അങ്ങനെ തൂങ്ങി വരും. എല്ലാവരും പറയും എന്റെ കഴുത്തും ഈ ഭാഗമാണ് കൂടി വരുന്നത്, അല്ലെ? ശ്രദ്ധിച്ചു നോക്ക്, നിങ്ങൾക്കൊക്കെ അങ്ങനെയാണ്, ഈ ഭാഗം അങ്ങ് കൂടി വരും. നിങ്ങൾ ചെറുപ്പത്തിലത്തെ ഫോട്ടോയും ഇപ്പോഴത്തെ ഫോട്ടോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇങ്ങനെ തടിച്ചു വീർത്ത് നിൽക്കുന്നുണ്ടാവും, അല്ലെ? അതിന്റെ പ്രധാനപ്പെട്ട കാരണം വയസ്സായിട്ട് സ്കിന്ന് സാഗ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ അതിനേക്കാൾ പ്രധാനമായിട്ടുള്ളത് ഈ സർക്കുലേഷൻ കറക്റ്റ് ചെയ്യുന്നില്ല. അപ്പൊ നമ്മൾ എണ്ണ എന്ത് ചെയ്തു, ആദ്യം അല്പം കയ്യിലെടുത്തു, ഈ 2 ഭാഗത്തേക്ക്, ആദ്യം ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മസാജ് ചെയ്തു. അത് കഴിഞ്ഞ് മറ്റേ സൈഡിലേക്ക്, അത് ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് 2 ഭാഗത്തേക്കും നന്നായി മസാജ് ചെയ്യാം. 10 തവണയെങ്കിലും, 2 കൈയും ഒരുമിച്ച് ചെയ്യാം. 10 തവണ ഇങ്ങനെ, 10 തവണ ഇങ്ങനെ മസാജ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? അത് കഴിഞ്ഞ് എന്ത് ചെയ്യണം, അവിടെ ഒന്ന് ടാപ്പ് ചെയ്യണം നമ്മള്. അവിടെ കെട്ടി നിൽക്കുന്നതൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് വിടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ 2 സൈഡിൽ ഒരു 10 പ്രാവശ്യം ടാപ്പ് ചെയ്തു എണ്ണ എടുത്തിട്ട്. അടുത്തത് കയ്യിൽ എണ്ണ എടുത്തു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ക്ലാവിക്കിൾ എന്ന് പറയുന്ന ഈ ബോണിന് എന്താ പറയാ, ഈ ബോണിന്, ഇതിന് ഈ തോളൽ ഇതാണ്. ഈ ക്ലാവിക്കിൾ ബോണിന്റെ മുകളിലും താഴത്തും ആയിട്ടാണ് അടുത്ത 2 പ്രധാനപ്പെട്ട പോയിന്റ് ഇരിക്കുന്നത്. അവിടെയും അല്പം എണ്ണ എടുക്കുന്നു. ഇവിടെ ആദ്യം താഴെ, ഇവിടെ ഇങ്ങനെ ഒരു സൈഡിലേക്ക്, അല്ലെങ്കിൽ അത് കഴിഞ്ഞ് 2ാമത്തെ സൈഡിലേക്ക്, നേരത്തെ പറഞ്ഞ അതേ പ്രോസസ്. അത് കഴിഞ്ഞ് അവിടെ ടാപ്പ് ചെയ്യുന്നു. 2 ഒരുമിച്ച് ചെയ്യാട്ടോ. ഇങ്ങനെ 2 ഭാഗവും ഇങ്ങനെ ആക്കി 2 ഭാഗത്തും ടാപ്പ് ചെയ്യുന്നു. അതിന് മുകളിൽ ഈ കുഴിയില്ലേ, ഇവിടത്തെ ഈ കുഴി, ആ കുഴിയിലും അതുപോലെ മസാജ് ചെയ്യണു, ടാപ്പ് ചെയ്യുന്നു. അപ്പൊ എന്താണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറുന്നതൊക്കെ കൃത്യമായി ശരിയാവും. മിക്കവർക്കും ഈ കൈ തിരിക്കാൻ പറ്റാത്തതും, കൈയിന് വേദന വരുന്നതും, കാലത്ത് എഴുന്നേൽക്കുമ്പോൾ കഴുത്ത് തിരിക്കാൻ പറ്റാത്തതിന്റെ ഒക്കെ പ്രധാനപ്പെട്ട, നിങ്ങളൊന്ന് തന്നെ തിരിച്ചു നോക്ക്, എത്ര പേർക്ക് ഇങ്ങനെ ബാക്കിലേക്ക് നോക്കാൻ പറ്റുന്നൊന്ന് നോക്കി അറിയാം. ഇവിടെ എത്തുമ്പോ ടക്ക് സ്റ്റക്ക്, അല്ലേ? അതില്ലാതെ ഇത് 5 ദിവസം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കഴുത്ത് തിരിക്കാൻ പറ്റും. മാത്രമല്ല എപ്പോഴും എനർജി ഉണ്ടാവും നമുക്ക്. ഇതിപ്പോ ഞാൻ ഈ പറയുന്നത് അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ എനർജിയിലെ വ്യത്യാസം അറിയാൻ പറ്റും. അപ്പൊ ഈ 2 പോയിന്റ് കഴിഞ്ഞു. അപ്പൊ പ്രധാനപ്പെട്ട 1, 2, 3, 4, അല്ല 4, 5 ഇങ്ങനെ 2ഉം ഒന്നായിട്ട് എടുക്കാം. അപ്പുറം ഒന്നായിട്ട് എടുത്തിട്ട് നമുക്ക് അപ്പൊ 1, 2, 3 പോയിന്റ്സ് കഴിഞ്ഞു. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മുടെ കക്ഷം. എല്ലാവർക്കും കൈവേദനയാണ്, കൈ പൊക്കാൻ പറ്റില്ല, കൈയിന്റെ അവിടെ നീര് വരുന്നു, അല്ലെ? പിന്നെ മാത്രമല്ല വണ്ണം കൂടുമ്പോ സ്ത്രീകൾക്ക് ശ്രദ്ധിച്ചോ, ബ്ലൗസ് പാകാവുന്നത്തെ ഒരു പ്രത്യേക ഭാഗം ഏതാ, ഈ ഭാഗമാണ് കൈയിന്റെ. അപ്പൊ ഇതെന്ത് ചെയ്യണം, 2 ഭാഗത്തും ഇതുപോലെ, ഒന്ന് ക്ലോക്ക് വൈസ് പിന്നെ ആന്റി ക്ലോക്ക് വൈസ്. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക, എണ്ണ കയ്യിലെടുക്കുക, ഇങ്ങനെ 10 പ്രാവശ്യം ഇങ്ങോട്ട്, 10 പ്രാവശ്യം മറ്റേ സൈഡിലേക്ക്, അങ്ങനെ 10 തവണ ഇവിടെ ടാപ്പ് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാപ്പ് ചെയ്യുക. 10 തവണ ഇങ്ങനെ ടാപ്പ് ചെയ്യുക. സെയിം ഇവിടെ, ഇത് ഞാൻ കാണിക്കണ്ടല്ലോ, ഇപ്പറ ഇതുപോലെ തന്നെ. അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് വരും. ഗ്ലാൻസ് ഈ വയറിന്റെ അവിടെ പരന്നിട്ടാണ് കിടക്കുന്നത് ഇവിടെ. അപ്പൊ എന്ത് ചെയ്യണം,
ഒന്നുകിൽ ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ മസാജ് ചെയ്യണം, ദാ ഇങ്ങനെ, അല്ലെങ്കിൽ ഇങ്ങനെ മസാജ് ചെയ്യാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ. ഏതായാലും ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ മസാജ് ചെയ്യണു. എന്ത് ചെയ്യണു? ടാപ്പ് ചെയ്യണു. 10 പ്രാവശ്യം ടാപ്പ് ചെയ്യണു. അത് കഴിഞ്ഞ് അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട, അപ്പൊ വയറില് ഗ്യാസ്, ബ്ലോട്ടിങ്, ആ വയർ എപ്പോഴും ഒരു സുഖമില്ല, ഇങ്ങനെയൊക്കെ വിചാരിക്കുന്ന ആളുകൾ ഇത് ചെയ്തു തുടങ്ങിയാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടി തുടങ്ങും. ഇനി അടുത്ത പോയിന്റ് ആണ് ഇവിടേക്ക് ഇങ്ങോട്ട് പോകുന്നത്. ഈ ഗ്രോയിൻസ് എന്ന് പറയുന്ന ഏരിയ ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഈ തൊടയിടുക്കിലേക്ക് പോകുന്ന ഈ 2 ഭാഗത്തായിട്ടാണ് പ്രധാനപ്പെട്ട പോയിന്റ്. അവിടെ നമ്മൾ ഇതുപോലെ മസാജ് ചെയ്യണു. ക്ലോക്ക് വൈസ് ആൻഡ് ആന്റി ക്ലോക്ക് വൈസ് ടാപ്പ് ചെയ്യണു. ഇത് രസമാവും. കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണയൊക്കെ തേച്ച് ഇങ്ങനെയൊക്കെ ടാപ്പ് ചെയ്ത് ചെറിയ കുട്ടികളെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ അവർ കാണിക്കുന്ന ആക്ഷനൊക്കെ പോലെ നമുക്കും ചെയ്യാം. അത് കഴിഞ്ഞ് ഏറ്റവും മുട്ടുവേദനയുടെ കാര്യം പറഞ്ഞു. അടുത്തതാണ് ഏറ്റവും പ്രധാനം. മുട്ടുവേദനയ്ക്ക് മുട്ടിന്റെ മുകളിലിട്ട് തേക്കും നമ്മൾ അല്ലെ, പല ബാമൊക്കെ. പക്ഷെ അവിടെയല്ല വില്ലൻ. മുട്ടിന്റെ ബാക്കില് ഈ ഭാഗത്താണ്, ഈ ഒടിഭാഗം ഉണ്ടല്ലോ, മുട്ടിങ്ങനെ മടക്കാൽ ഇങ്ങനെ കിട്ടുന്ന ആ ഭാഗത്താണ് ഈ നീർക്കെട്ട് വരുന്നത്. അവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ ലിംഫാറ്റിക് ഗ്ലാൻഡ് ഇരിക്കുന്നത്. അപ്പൊ മുട്ടിന്റെ മുകളിലിട്ടിട്ട് പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല. മുട്ടിന്റെ അടിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? നല്ല മുട്ടുവേദനക്കാരാണെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ഇതിനെ പെട്ടെന്ന് റിലീഫ് കിട്ടാനുള്ള ഒരു മാർഗം, കുറച്ച് കല്ലുപ്പും കുറച്ച് മുരിങ്ങയുടെ ഇലയിട്ടിട്ട് ഒരു ചീനച്ചട്ടിയിലിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഏതെങ്കിലും ഒരു തോർത്തിലിട്ടിട്ട് മുട്ടിന്റെ മുകളിലല്ല, മുട്ടിന്റെ അടിഭാഗത്ത് ആ ചൂട് കൊടുക്കുക. അപ്പൊ മുരിങ്ങയിലയ്ക്ക് അതിന്റെ ഗുണമുണ്ട്, അറിയാലോ. ഉപ്പിന് അതിന്റെ ഗുണമുണ്ട്. ആ നീരിനെ